Hi everyone, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്, എയർപോർട്ട് റിലേറ്റഡ് ജോബ്, അതുപോലെ എയർപോർട്ട് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, മോഡ് ഓഫ് ഇൻ്റർവ്യൂ, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് വേണോ, അങ്ങനെയുള്ള A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫർസാന ഉമ്മർ. എൻ്റെ വീട് മലപ്പുറം മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് മാത്രമേ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാനിവിടെ കൊടുക്കാം. ഇത്രയും മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിൽ പുറമെ വന്നിട്ടുണ്ട്. മെസ്സേജസ് വന്നതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ച കാര്യങ്ങൾ പിക്ക് ചെയ്തിട്ട് അത് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എയർ ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നാണ്. ഞങ്ങളൊരു എയർലൈൻ സ്റ്റാഫ് അല്ല, ഞങ്ങൾ GHA സ്റ്റാഫാണ്. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയുടെ ഏജൻസ് ആണ്, സ്റ്റാഫുകളാണ് ഞങ്ങൾ. ആ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് 6-7 ഫ്ലൈറ്റ്സ് ഹാൻഡിൽ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം കറൻ്റ്ലി ഞങ്ങൾക്ക് 5 ഫ്ലൈറ്റ്സാണ് ഹാൻഡിൽ ചെയ്യാനുള്ളത്. ഖത്തർ എയർവേസ്, സലാം എയർ, ഒമാൻ എയർ, ഗൾഫ് എയർ, ഫ്ലൈ ദുബായ്. എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടെ ഉണ്ടായിരുന്നു, അത് December 31 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ നമ്മുടെ കമ്പനി ആയിട്ടുള്ള കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാത്തത് കാരണം പ്രൈവറ്റ് കമ്പനി അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, 5 ഫ്ലൈറ്റ്സും ഞങ്ങളുടെ സ്റ്റാഫുകളായിരിക്കും ഹാൻഡിൽ ചെയ്യുക. എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ബോർഡിംഗ് പാസ് കാര്യങ്ങൾ, അതുപോലെ ബോർഡിംഗ്, അങ്ങനെയുള്ള A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ട് ഹാൻഡ്ലിങ് നമ്മളെയാണ് ചെയ്ത് തരിക. ഓക്കെ, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ കമ്പനിക്ക് തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. കാർഗോ ഉണ്ട്, അതുപോലെ റാമ്പ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, MHP ഉണ്ട്. എനിക്ക് ഈ ജോബ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാകും, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് വേണം എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഒബ്വിയസ്ലി എൻ്റെ ഉമ്മ ഇതുപോലെ ഡെയിലി ഹണ്ട് വായിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് വായിക്കുന്നതിന് സ്ക്രോൾ ചെയ്ത് പോകുന്നതിനനുസരിച്ച് അപ്പം അങ്ങനെ കണ്ടതാണ് ഈ ഒരു ജോബിൻ്റെ ആ ഒരു വാക്കൻസി ആയിട്ടുള്ള ഒരു ബ്രോഷർ കണ്ടു. അപ്പം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാനത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. നമ്മുടെ AIASLൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു കരിയർ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. അതിലുണ്ടാകും കരിയർ ഓപ്പർച്യൂണിറ്റീസും, അതുപോലെ ഇനി അടുത്തുള്ള ഇൻ്റർവ്യൂസും എവിടെ വെച്ചിട്ടാണ് എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസും പ്രിഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ ചാനൽ ഏതൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ആ ചാനലിലൂടെയാണ് ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അങ്ങനെ അതിലൂടെ ഞാൻ നോക്കിയപ്പം ഇതൊരു വാക്ക്-ഇൻ ഇൻ്റർവ്യൂ ആയിരുന്നു. കഴിഞ്ഞ 2023 ഡിസംബറിൽ 2023 ഡിസംബർ 21 തോന്നുന്നു. 3 എയർപോർട്ടിലോട്ടും ഉണ്ടായിരുന്നു, കാലിക്കറ്റ്, കണ്ണൂർ, കൊച്ചി. ഈ ഒരു 3 എയർപോർട്ടിലോട്ടും ഉണ്ടായിരുന്നു. അതിൽ 3 എയർപോർട്ടിലോട്ടും അതായത് 31 വാക്കൻസി മാത്രമേ കാലിക്കറ്റ് എയർപോർട്ടിലോട്ടും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, 42, 52 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂരിലോട്ടും കൊച്ചിയിലോട്ടൊക്കെ. അപ്പോൾ ഈ ഒരു 3 എയർപോർട്ടിലോട്ടും ഓരോ ഡേറ്റ് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ കമ്പനി ആ ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2 പോസ്റ്റിലോട്ടായിരുന്നു. ഒന്ന് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ 2 പോസ്റ്റ് ആയിരുന്നു. അതിൽ ജൂനിയർ ആണെങ്കിൽ +2 മതിയായിരുന്നു, സീനിയർ ആണെങ്കിൽ ഡിഗ്രി. ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏവിയേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വെച്ചാൽ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, IATA ആയിക്കോട്ടെ, അതിലുള്ള ഏതെങ്കിലും ഡിപ്ലോമ, എക്സ്ട്രാ എന്തെങ്കിലും കോഴ്സുകൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഏവിയേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബോണസ് പോയിന്റ്സ് ആണ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടണമെന്നില്ല, അത് ബോണസ് പോയിന്റ്സ് ആണ്. നിർബന്ധമില്ല, എന്തെങ്കിലും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അതിൽ വന്നത്. ഇവിടെ കുറച്ച് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ SSLC, +2, ഡിഗ്രി ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ബാക്കിയുള്ള ഇപ്പോൾ പറഞ്ഞ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ആധാർ, ബാങ്ക്, പാൻ കാർഡ്,
അതുപോലെ A to Z കുറേ കാര്യങ്ങൾ. അതുപോലെ നമ്മളൊരു ഇപ്പോൾ നമ്മൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് അതൊക്കെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാക്ട് ഫോമാറ്റ് തന്നെ അവർക്ക് വേണമെന്നുള്ള നിർബന്ധമായിരുന്നു കേട്ടോ. പിന്നെ 500 DD കൂടെ അടിച്ചിട്ട് അതിൻ്റെ റിസീപ്റ്റും കൊണ്ടായിരുന്നു നമുക്ക് പോകേണ്ടി വരുന്നത്. DD അടക്കാണ്ട് ആ ഓഡിറ്റോറിയത്തിലോട്ട് അവർ എൻട്രി ചെയ്യിക്കില്ല. അതിനു വേണ്ടിയിട്ട് സെക്യൂരിറ്റി മുന്നിലുണ്ടായിരുന്നു. നമ്മൾ DD അടിച്ച് റെസിപ്റ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ അകത്തോട്ട് അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയായിരുന്നു മോഡ് ഓഫ് ഇൻ്റർവ്യൂ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ 3 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, ഒരു ഗൂഗിൾ മീറ്റ്. ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്കൊരു ടോപ്പിക്ക് തരും. ഒരു 10-15 പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് നമുക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ചൊരു 2 മിനിറ്റ്സ് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ടൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞിട്ടാണ് ഗൂഗിൾ മീറ്റ്. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റിൻ്റെ ടൈമിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്നാണ് ലാസ്റ്റ് ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗൂഗിൾ മീറ്റാണ്. ആ ഗൂഗിൾ മീറ്റിൽ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ തന്നെ അത്യാവശ്യം ഹയർ പൊസിഷനിലുള്ള സാർമാർ, ഹയർ പൊസിഷനിലുള്ള ആൾക്കാരെ വെച്ചിട്ടായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഷ്ടം പോലെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു 31 പോസ്റ്റിലോട്ട് ഈ ഒരു 1500-ൻ്റെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതിനനുസരിച്ച് കുറച്ച് പേരെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ലാസ്റ്റ് കുറച്ച് പേരെ മാത്രം വെച്ചിട്ടാണ് ഈ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്കാർഫ് അലൗഡ് അല്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഒരുപാട് പേരുടെ ഡൗട്ട്സ് തീർന്നിട്ടുണ്ടാകും. ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് മാന്യമായിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്നതും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എയർപോർട്ട് റിലേറ്റഡ് ജോബൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ until next time, bye bye.